എല്ലാവർക്കും നമസ്കാരം. ശ്രീകുളത്തൂർ ദേവസ്ഥാനം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളും പൊതുവായ ഫലങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. രോഹിണി നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് വലിയ പരാജയങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാറില്ല. അവരിൽ മിക്കവരും ചെറിയ പ്രവർത്തനങ്ങളിൽ തുടങ്ങി പടിപടിയായി ഉയർന്ന് വലിയ പദവികളിൽ എത്തിച്ചേരുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. സൗന്ദര്യവും ആരോഗ്യവും ആകർഷകമായ മുഖഭാവവും പെരുമാറ്റ രീതിയും ഇവർക്ക് ഉണ്ടാകും. ചെറിയ കാര്യങ്ങൾ കൊണ്ട് ക്ഷോഭിക്കുകയും ആകുലപ്പെടുകയും ചെയ്യും. മനസ്വസ്ഥത കുറയും. ഒരു കാര്യത്തെപ്പറ്റി തന്നെ ആവർത്തിച്ച് ചിന്തിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാനുള്ള കഴിവും ഇവർക്കുണ്ടാകും. വിമർശന ബുദ്ധിയോടെയായിരിക്കും ഇവർ ഏതിനെയും സമീപിക്കുക. അന്യരുടെ പോരായ്മകൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കും. അത് പ്രകടിപ്പിക്കുകയും ചെയ്യും. ഇതുമൂലം ധാരാളം ശത്രുക്കൾ ഉണ്ടായെന്ന് വരാം. അപ്പോഴപ്പോഴത്തെ തോന്നലുകൾ അനുസരിച്ച് പ്രവർത്തിക്കും. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ഇവർ സഹിക്കും. ശത്രുക്കളോട് അങ്ങേയറ്റം കർക്കശമായി പെരുമാറും. അഭിമാനബോധം കൂടുതലായിരിക്കും. സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഉണ്ടാകും. കൂടുതൽ അറിവ് നേടുവാൻ വേണ്ടി എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടിരിക്കും. സ്വന്തം കഴിവുകളിൽ അഭിമാനിക്കുകയും സാധിക്കുന്നിടത്തൊക്കെ അത് പ്രകടിപ്പിച്ച് അംഗീകാരം നേടുവാനും ഇവർ ശ്രമിക്കാറുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ കരുതലില്ലാതെ പ്രവർത്തിക്കും. വരവ് നോക്കാതെ ചെലവ് ചെയ്യുന്നത് മൂലം പലവിധ ബുദ്ധിമുട്ടുകളും ഇവർക്കുണ്ടായേക്കാം. പല തൊഴിലുകളിൽ മാറി മാറി ഏർപ്പെടും. ഒന്നിലും ഉറച്ചു നിന്നെന്നു വരില്ല. പൊതുപ്രവർത്തനങ്ങളിൽ ഇവർ താല്പര്യം കാണിക്കും. പക്ഷേ മത്സരങ്ങളിൽ വിജയിച്ചെന്നും വരികയില്ല. തന്ത്രപൂർവം കാര്യങ്ങൾ ചെയ്യാൻ കഴിവ് ഇവർക്ക് കുറവായിരിക്കും. സ്വന്തം ഇഷ്ടമനുസരിച്ച് മാത്രമേ ഏത് കാര്യവും ചെയ്യൂ. ഇതുമൂലം പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇവരുടെ ആരോഗ്യം പൊതുവെ മെച്ചമായിരിക്കും. ബാല്യകാലത്ത് പനി, ശ്വാസകോശ രോഗങ്ങൾ, രക്തദൂഷ്യ രോഗങ്ങൾ തുടങ്ങിയവ ഇടയ്ക്കിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. 30 വയസ്സുവരെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടും. പക്ഷേ ഈ കാലത്ത് ഉന്നത വിദ്യാഭ്യാസം നേടാനും മെച്ചമായ തൊഴിൽ നേടാനും കഴിഞ്ഞെന്ന് വരും. 30 വയസ്സിനും 46 വയസ്സിനും ഇടയ്ക്കുള്ള കാലം പൊതുവെ സന്തോഷകരമായിരിക്കും. കുടുംബ സുഖം, സന്താന ഗുണം, ബന്ധുഗുണം തുടങ്ങിയവ ഈ കാലത്ത് അനുഭവപ്പെടും. ഇഷ്ടത്തിനൊത്ത ഒരു ജീവിത പങ്കാളിയെ നേടാനും സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കാനും ഈ കാലയളവിൽ ഇടയാകും. 46 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള കാലം ആരോഗ്യപരമായി അത്ര മെച്ചപ്പെട്ട കാലമല്ലെങ്കിലും സാമ്പത്തികമായി വലിയ ഉയർച്ച നേടാൻ ഈ കാലത്ത് സാധിക്കും. 65 വയസ്സിന് ശേഷമുള്ള കാലം വലിയ ഉയർച്ചയോ താഴ്ചയോ ഇല്ലാതെ സമതുലിതമായിട്ട് പോകും. ശ്രീകൃഷ്ണന്റെ ജന്മനക്ഷത്രം എന്ന പേരിൽ പ്രസിദ്ധമായ നക്ഷത്രമാണ് രോഹിണി. അപ്പം ഈ നക്ഷത്രത്തിൽ ജനിയ സ്ഥിരചിത്തരും സൗന്ദര്യം ഉള്ളവരും ആയിരിക്കും. നേത്രത്തിന് വൈകല്യമോ രോഗമോ വരാനായിട്ട് സാധ്യതയുണ്ട്. കുലീനത, മധുരഭാഷണം, പെട്ടെന്നുള്ള കോപം, നീതിന്യായ താല്പര്യം എന്നിവ ഇവരുടെ പ്രത്യേകതകളാണ്. ഏറ്റെടുക്കുന്ന ജോലിയിൽ ഇവർ തങ്ങളുടെ സാമർഥ്യം പ്രകടിപ്പിക്കാറുണ്ട്. മാതാവുമായി ഇവർക്ക് നല്ല ബന്ധമായിരിക്കും. സ്നേഹം, വാത്സല്യം, ദയ, പരോപകാര പ്രവണത, മുഖശ്രീ എന്നിവ ഇവരുടെ ഗുണങ്ങളാണ്. രോഹിണി നക്ഷത്രക്കാരായ സ്ത്രീകൾ സ്ത്രീ സഹജമായ ഗുണങ്ങളുടെ വിളനിലമായിരിക്കും. ഇവരുടെ പ്രതികൂല നക്ഷത്രങ്ങൾ തിരുവാതിര, പൂയം, മകം, മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യപാദം എന്നിവയാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുമായി കൊടുക്കൽ വാങ്ങലുകളോ ബിസിനസ് പാർട്ണർഷിപ്പോ വിവാഹബന്ധത്തിലോ ഏർപ്പെടുന്നത് നല്ലതായിരിക്കില്ല. ഇവർ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ: രാഹു, ശനി, കേതു എന്നീ ദശാകാലങ്ങൾ ഇവർക്ക് പൊതുവെ അശുഭകരമായിരിക്കും. ഇക്കാലത്ത് ഇവർ വിധിപ്രകാരം ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ പതിവായി ചന്ദ്രനെയും ചന്ദ്രന്റെ ദേവതകളെയുമാണ് ഭജിക്കേണ്ടത്. ചന്ദ്രപ്രീതികരങ്ങളായ മന്ത്രങ്ങൾ, സ്തോത്രങ്ങൾ എന്നിവ ജപിക്കുക, തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക എന്നിവയൊക്കെ ഉത്തമമാണ്. തിങ്കളാഴ്ചയും രോഹിണി നക്ഷത്രവും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസങ്ങൾ വ്രതം അനുഷ്ഠിക്കുകയും ചന്ദ്രപൂജ നടത്തുകയും ചെയ്യുന്നത് നല്ലതായിരിക്കും. ജാതകത്തിൽ ചന്ദ്രന് പക്ഷബലമുള്ളവർ ദുർഗാദേവി ഭജനം, ക്ഷേത്ര ദർശനം എന്നിവയും, പക്ഷബലമില്ലാത്തവർ ഭദ്രകാളി ഭജനം, ക്ഷേത്ര ദർശനം എന്നിവയും നടത്തണം. പൗർണമി നാളിൽ ദുർഗാക്ഷേത്ര ദർശനവും അമാവാസി നാളിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനവും ചെയ്യാം.
രോഹിണി നക്ഷത്രക്കാർക്ക് അഭികാമ്യമായ നിറങ്ങൾ വെള്ള, ചന്ദന നിറം തുടങ്ങിയവയാണ്. രാശ്യാധിപനായ ശുക്രനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കുന്നത് നല്ലതായിരിക്കും. ഇത് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായ സ്വഭാവങ്ങളാണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കുക. ജനിക്കുന്ന സമയത്തെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പൂർണ്ണമായ ഗുണദോഷ ഫലങ്ങൾ പറയുവാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഉത്തമനായ ഒരു ജ്യോതിഷാചാര്യൻ്റെ ഉപദേശം തേടാവുന്നതാണ്. എന്നെ ബന്ധപ്പെടണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ജനന വിവരങ്ങൾ അയച്ചാൽ ഇരുകൂട്ടരുടെയും സമയലഭ്യത അനുസരിച്ച് സംസാരിക്കാവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.